അതുപോലെ തന്നെ എനിക്ക് വേറൊരു അനുഭവം ഡയറക്ടർ ശശികുമാർ സാറിനെ കുറിച്ചാണ്. ഒരുപക്ഷെ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സൂപ്പർ ഹിറ്റ് സിനിമകൾ ഉണ്ടാക്കിയെന്ന് പറയുന്ന മനുഷ്യൻ ശശികുമാർ സാറായിരിക്കാം. ശശികുമാർ സാറും IV ശശി ഓഫ് കോഴ്സ്. അതിൽ ശശികുമാർ സാർ തന്നെ എനിക്ക് തോന്നുന്ന ഒരു കാലഘട്ടത്തിൻ്റെ മുഴുവൻ ഹിറ്റ് മേക്കറാണ്. ഞങ്ങളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ, അപ്പം ഞാൻ സിനിമയിൽ വരുമ്പം ശശികുമാർ സാർ അത്ര ആക്റ്റീവായിട്ടല്ല, ചില ഇടയ്ക്ക് സിനിമകൾ ചെയ്യുന്നു. പക്ഷേ എൻ്റെ അടുത്ത സുഹൃത്തായ തമ്പി ശശികുമാർ സാറിൻ്റെ അസോസിയേറ്റാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് ശശികുമാർ സാറിൻ്റെ പടങ്ങളൊന്നും ഞാൻ ചെയ്തില്ലെങ്കിലും ഈ ശശികുമാർ സാർ അറിയപ്പെടുന്നത് അടിപ്പടങ്ങളുടെ ഡയറക്ടർ, 10-15 ദിവസം കൊണ്ടൊരു സിനിമ തീർക്കുന്ന ആൾ എന്നൊക്കെയാണ് അദ്ദേഹത്തിന് നിലവിലുള്ള പേര്. ഞാനെപ്പോഴും ഓർക്കുന്നുണ്ട്, കോളേജിൽ പഠിക്കുമ്പോൾ, ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് പിക്നിക് എന്ന് പറയുന്ന ഒരു സിനിമ വരുന്നത്, ഒരുപാട് ഹിറ്റ് പാട്ടുകളൊക്കെ ആയിട്ട്. ഞാൻ കുറവലങ്ങാട് കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ അത് കോട്ടയത്തെ ഏതോ തിയേറ്ററിൽ പോയി 4-5 തവണ കണ്ടു. പിൽക്കാലത്ത് VHS ഇറങ്ങിയ കാലത്ത് അതിൻ്റെ കാസറ്റ് വാങ്ങിച്ചു വെച്ചു. ഈ അടുത്ത കാലത്ത് അതിൻ്റെ CD വരെ വാങ്ങിച്ചു വെച്ചു. കാരണം അത്ര രസകരമായി ഇന്നും നമുക്ക് ചിന്തിക്കുമ്പോൾ ഇങ്ങനൊരു പടം എങ്ങനെ എടുത്തു എന്ന് തോന്നുന്ന രീതിയിലുള്ളൊരു സിനിമയാണ് പിക്നിക്. ഭയങ്കര രസകരമായ, എൻ്റർടൈനർ എന്നുള്ള നിലയ്ക്ക് അതീവ രസകരമായ സിനിമയാണ്. തമ്പി രാജാവിൻ്റെ മകൻ എടുക്കാൻ എൻ്റെ അടുത്ത് വന്നപ്പം, രാജാവിൻ്റെ മകൻ്റെ ആ പ്രോജക്റ്റുമായിട്ട് വന്നപ്പം ഞാൻ അന്ന് തമ്പിയോട് പറഞ്ഞത്, നമുക്ക് നിങ്ങളുടെ ഗുരു എടുത്ത പിക്നിക് പോലെ ഒരു സിനിമ എടുത്താലോ, ഒരു ഹിൽ ട്രൈബ് പശ്ചാത്തലത്തിൽ. അപ്പോൾ തമ്പി ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു, ആ പടം നല്ലതാണ്, പക്ഷേ നിങ്ങൾക്കതൊരു പുതുമയുമായിരിക്കും, പക്ഷേ ഞാനിപ്പോൾ അത് ചെയ്ത ശശികുമാർ സാറിൻ്റെ ഒരു പടത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഞാൻ ഉണ്ടാക്കി എന്ന് പറയും. അത് അങ്ങനെയാണ് ഞങ്ങൾ ഐഡിയ മാറ്റുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, ശശികുമാർ സാറിനെ എനിക്ക് പരിചയമില്ല. ഒരു ദിവസം ശശികുമാർ സാറ് എൻ്റെ വീട്ടിൽ വന്നു. ഞാൻ അമ്പരന്ന് പോയി. വന്നത് വേറൊന്നുമില്ല, അദ്ദേഹം ഒരു തമ്പി, എൻ്റെ തമ്പിയുടെ പടങ്ങളൊക്കെ ഞാൻ ചെയ്യുന്ന ഒരു സമയത്ത് തമ്പി വഴി എന്നെ ഒരു പരിചയമുണ്ട് പുള്ളിക്ക്. തമ്പി വഴി അദ്ദേഹം ഒരു ചെറിയ സിനിമ ചെയ്യാൻ അവസരം കിട്ടി. അത് അമേരിക്കയിൽ എന്തോണം എൻ്റെ ഷൂട്ടിങ്. അപ്പം സ്ക്രിപ്റ്റ് ആരൊക്കെയോ കൂടി എഴുതിയിരിക്കുന്നതാണ്, അത് ശരിയായിട്ടില്ല, കുറച്ച് സീനുകളൊന്ന് ഞാൻ എഴുതി കൊടുക്കണം, ഇത്രയേ ഉള്ളൂ. അപ്പം ഞാനന്ന് വളരെ തിരക്കായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. എന്നാലും എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് ശശികുമാർ സാറാണ്. മലയാള സിനിമയിലെ, ഞാൻ നേരത്തെ പറഞ്ഞ പ്രേം നസീർ സാറിനെ പറഞ്ഞതുപോലെ, മലയാള സിനിമ എന്ന് പറയുന്ന സിനിമയിൽ ശശികുമാർ സാറിനെയും പ്രേം നസീറിനെയും ഒന്നും ഒഴിവാക്കിക്കൊണ്ടൊരു ചരിത്രം പറയാനോ എഴുതാനോ പറ്റില്ല. സിനിമയില്ല, പിന്നെ ഈ ഇൻഡസ്ട്രിയുടെ ചരിത്രമില്ല. അങ്ങനെ ശശികുമാർ സാറ് എൻ്റെ അടുത്ത് വന്നല്ലോ എന്നുള്ളതിന് ഞാൻ അദ്ദേഹത്തിനെ പോലുള്ള ആൾ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അടുത്തൊരു 10 സീനെ ഒന്ന് ശരിയാക്കി എഴുതി കൊടുക്കാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ശരി അപ്പോഴേ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ സമയത്ത് IV ശശിയുടെ ഒരു സിനിമയ്ക്കുടെ ഒരു ഡിസ്കഷനുമായിട്ട് ചെന്നൈയിലാണ്. ആ പ്രോജക്റ്റ് പിന്നീട് നടന്നില്ല, എങ്കിലും ഞാൻ അവിടെയാണ്. അപ്പോൾ ഇന്ന് വൈകിട്ട് ശശിയേട്ടനായിട്ടുള്ള ഡിസ്കഷനൊക്കെ കഴിയുമ്പം വൈകിട്ട് ഒരു 6 മണിയാകുമ്പം ശശികുമാർ സാറ്, അദ്ദേഹത്തിൻ്റെ വീട്, അദ്ദേഹം ചെന്നൈയിലാണ് താമസിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ വീടിനടുത്താണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ ഈ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി ഞാൻ താമസിക്കുന്ന റെസിഡൻസ്. അദ്ദേഹം വൈകിട്ട് എൻ്റെ അടുത്ത് വരും, ഇരുന്ന് സംസാരിക്കും. അപ്പം ഞാനും ധരിച്ചത് ഒരു അടിപ്പടത്തിൻ്റെ ഡയറക്ടർ ശശികുമാർ സാർ എന്നാണ്. പക്ഷേ എനിക്കിന്നും അമ്പരപ്പാണ്. ഞാൻ ജോഷി തുടങ്ങി, തമ്പി തുടങ്ങി, ഭരതൻ, KG ജോർജ് തുടങ്ങി, ഹരിഹരൻ തുടങ്ങി, മലയാളത്തിലെ ആ കാലത്തെ വിജയം വരിച്ചവരും നല്ല സിനിമകൾ എടുക്കുന്നവരുമായ എല്ലാവരുടെയും സിനിമകൾ ചെയ്ത ആളാണ്. ഇവരോടൊക്കെ ഇൻട്രാക്ട് ചെയ്തിട്ടുള്ള ആളാണ്. അത്യാവശ്യം ചില വായനകളും സിനിമാ കാഴ്ചകളൊക്കെ എനിക്കുണ്ട്. ഇവരോടൊക്കെ പറഞ്ഞ് തട്ടിമുട്ടി നിൽക്കാൻ തക്ക സാഹിത്യ പരിചയവും സിനിമ കണ്ട പരിചയവും എനിക്കുണ്ട്. പക്ഷേ ഞാൻ തകർന്നു പോയത് ശശികുമാർ സാറിന് മുമ്പിലാണ്. അദ്ദേഹം ലോക സിനിമയെക്കുറിച്ച് അദ്ദേഹത്തിനുള്ളത്രയും അവബോധവും അദ്ദേഹം കണ്ടത്രയും ക്ലാസിക്കുകളും അതിലെ സീനുകളും അതിലെ ഷോട്ടുകളടക്കം മെമ്മറി എന്ന് പറയുക. അതുപോലെ റീഡർ, അദ്ദേഹം പഴയ ഗ്രാജുവേറ്റാണ്, പഴയ BA കാരനാണ്. അദ്ദേഹം വായിക്കാത്ത ക്ലാസിക്കുകളോ വായിക്കാത്ത പോപ്പുലർ നോവലുകളോ ഇല്ല. എനിക്കതൊരു ഭയങ്കര അമ്പരപ്പായിപ്പോയി. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ ഒരു വിൻസെൻ്റ് മാഷോ സേതുമാധവനോ KG ജോർജ് സാറോ ഇങ്ങനെ ഒരു എക്സലൻസ് പ്രകടിപ്പിച്ച എനിക്കതിനകത്ത് ഒരു അതിശയവും തോന്നില്ല. അതിൻ്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് ശശികുമാർ സാർ ഇത് പറയുകയും പക്ഷേ അദ്ദേഹം സൃഷ്ടിച്ച സിനിമകളൊക്കെ സാധാ കൊമേഴ്സ്യൽ സിനിമകളാണ്. ഞാൻ അവസാനം ഒരു ദിവസം ഞങ്ങൾ തമ്മിൽ ദിവസവും കണ്ട് ഒരടുപ്പമായപ്പോൾ ഞാൻ ചോദിച്ചു, സാറിനെ പോലെ ഒരാളെ ഞാൻ പരിചയപ്പെട്ടിട്ടേ ഇല്ല. സാറിന് ഉള്ളത്രയും സാഹിത്യ സിനിമ അറിവും പരിചയവും ഇതേക്കുറിച്ച് അത് ആസ്വദിക്കാനുമുള്ള അറിവുള്ള ഒരു മനുഷ്യനെ ഞാൻ വേറെ
എൻ്റെ പരിചയത്തിലില്ല. സാറെന്താണ് ശശികുമാർ സാറായിപ്പോയത്? ഇതിലൊക്കെ എത്രയോ ഉയരത്തിലേക്ക് പോകേണ്ട ആളായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം, എനിക്ക് 100% ഇപ്പോൾ പറയാൻ നിവൃത്തിയില്ലാത്ത ചില കാര്യങ്ങളാണ്. അതായത് മലയാള സിനിമയിൽ നിക്കൽ കള്ളിക്ക് വേണ്ടി ആദ്യകാലത്ത് നല്ല സിനിമകൾ എടുക്കാൻ ശ്രമിക്കുകയും അതിൽ ചിലത് പരാജയപ്പെടുകയും പിന്നീട് കൊമേഴ്ഷ്യൽ സിനിമകൾ എടുക്കേണ്ടി വരികയും അത് ഓവറായിട്ട് അത് ഒരു പരിധി വിട്ട് വിജയം വരികയും പിന്നീട് ആ വിജയം സിനിമയുടെ ആവശ്യമായി തീർന്നപ്പോൾ അതിൽ നിന്ന് വിട്ടുമാറി മറ്റ് നല്ല സിനിമകൾക്ക് വേണ്ടി ശ്രമിക്കാനുള്ള ഒരു ധൈര്യക്കുറവ് വന്നതുകൊണ്ട് മാത്രം മലയാളത്തിലെ ഏറ്റവും മികച്ച ഡയറക്ടറാവേണ്ടിയിരുന്ന മനുഷ്യരിൽ ഒരാളാണ് ശശികുമാർ സാർ. ഞാൻ ഇപ്പോഴും അദ്ദേഹം നല്ല ഡയറക്ടർ അല്ല എന്ന അർത്ഥത്തിലല്ല പറഞ്ഞത്. പക്ഷേ മലയാള സിനിമ ഒരിക്കലും മറക്കാത്ത നിരവധി സിനിമകൾ സൃഷ്ടിക്കാൻ തക്ക പ്രതിഭാശാലിയായിരുന്നു അദ്ദേഹം. എന്ന് മാത്രമല്ല, ഞാൻ ധരിച്ചു വെച്ചതുപോലെ ഞാൻ ധരിച്ചെന്ന് പറഞ്ഞാൽ ഞാനൊരു അടിത്തറ ഉണ്ടായിരുന്നില്ല, ഞാൻ അങ്ങനെ ധരിച്ചു എന്നേ ഉള്ളൂ. അദ്ദേഹം സമകാലികരായവരെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെക്കുറിച്ചോ ഒന്നും ഒട്ടും കുറഞ്ഞ രീതിയിലല്ല. അപ്പോൾ എനിക്കൊരു പുതിയ അറിവ് ഒരു പ്രാവശ്യം തന്നു അദ്ദേഹം. അതായത് ശശികുമാർ സാറ് സൂപ്പർ ഡയറക്ടറായിട്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത്, അതായത് അദ്ദേഹത്തിനെ പോലെ തന്നെ ഹിറ്റുകളെടുത്ത് എന്നാൽ തൊട്ട് താഴെ സ്ഥാനത്ത് നിന്നിരുന്ന ആളാണ് എ.ബി. രാജ് എന്ന് പറഞ്ഞ ഡയറക്ടർ. അപ്പോൾ ഈ എ.ബി. രാജിനെക്കുറിച്ച് പുള്ളി പെട്ടെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ എ.ബി. രാജ് ആരാണെന്ന് ഡെന്നിസിന് അറിയാമോ? ഞാൻ പറഞ്ഞു, എനിക്ക് അറിയാം പടങ്ങൾ. അതല്ല, ഡേവിഡ് ലീൻ എന്ന് പറഞ്ഞൊരു ഡയറക്ടറെ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഡേവിഡ് ലീൻ്റെ പാസേജ് ടു ഇന്ത്യ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഡേവിഡ് ലീനെ കുറിച്ച് ശശികുമാർ സാറ് ചോദിക്കുമ്പോൾ ഞാൻ നമ്പരുത്. കാരണം നമുക്കറിയാവുന്നതില്ല, ഒരുപാട് അപ്പുറത്ത് അദ്ദേഹത്തിന് അറിയാവുന്ന, അതിനോടൊക്കെ എനിക്ക് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, ഡേവിഡ് ലീൻ്റെ പാസേജ് ടു ഇന്ത്യ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വലിയൊരു ക്ലാസിക്കാണ് ബ്രിഡ്ജ് ഓവർ റിവർ ക്വൈ. അതായത് ലോകമഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിർമ്മിച്ച ഇന്നും ലോകത്തിലെ ഏറ്റവും മികച്ച സിനിമകളിലൊന്നായിട്ട്, യുദ്ധ സിനിമകളിലൊന്നായിട്ട് പരിഗണിക്കുന്ന ഒന്നാണ് ഡേവിഡ് ലീൻ്റെ ബ്രിഡ്ജ് ഓവർ റിവർ ക്വൈ. ഡെന്നിസ് ആ പടം ഒന്ന് കാണണം. അതിൽ ടൈറ്റിൽ തുടങ്ങി കാണണം. അതിലെഴുതി കാണിക്കും, സെക്കൻഡ് യൂണിറ്റ് അസോസിയേറ്റ് ഡയറക്ടർ ആൻ്റണി ഭാസ്കർ രാജ്, എ.ബി. രാജ്. ഡേവിഡ് ലീൻ്റെ അസിസ്റ്റൻ്റാണ് എ.ബി. രാജ്. അറിയാവുമെന്ന് ചോദിച്ചു. എനിക്കതൊരു അമ്പരപ്പായി പോയി. എ.ബി. രാജ് മദ്രാസിലോ എവിടെയെങ്കിലുമുള്ള സാധാരണ ഒരു സിനിമകളിൽ നിന്ന് AVM നിന്നോ വിജയ മൂവീസ് എന്നോ സിനിമയുടെ വിജയ സ്റ്റുഡിയോയിൽ നിന്നോ അതിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ച വന്ന ആളെന്നല്ലാതെ ഡേവിഡ് ലീൻ്റെ സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത ആളാണ്, അസോസിയേറ്റ് ഡയറക്ടർമാരിൽ ഒരാൾ ആയിട്ട് വർക്ക് ചെയ്ത ആളാണ് എ.ബി. രാജ് എന്ന പോലുള്ള അറിവുകളും. ഈ അറിവ് എ.ബി. രാജ് തന്നെ പറയുന്നതാണെങ്കിലോ ശശികുമാർ സാറിനെ കുറിച്ച് പറയുന്നതാണെങ്കിലോ അല്ല, അദ്ദേഹം അക്കാലത്തെ അദ്ദേഹത്തിൻ്റെ അടുത്ത എതിരാളിയായിരുന്ന ആളെക്കുറിച്ച് വിത്ത് റിഗാർഡ്സോടുകൂടി പറയാം. അതുപോലെ പ്രേം നസീറിനെക്കുറിച്ചും സത്യനെക്കുറിച്ചും ഒക്കെ മറ്റ് മനുഷ്യരെക്കുറിച്ച്, അതായത് മമ്മൂട്ടി, എല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, രാജാവിൻ്റെ മകനാണ് മോഹൻലാലിൻ്റെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ്. അതിലൂടെയാണ് മോഹൻലാൽ ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റ് തന്നെ കിട്ടിയത് എന്ന് പറയേണ്ടത് സത്യം പറഞ്ഞാൽ തെറ്റാണ്. മോഹൻലാലിൻ്റെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ്, മോഹൻലാൽ ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന ആദ്യത്തെ സൂപ്പർ ഹിറ്റ് എന്ന് പറയുന്നത് ശശികുമാർ സാറാണ് ഡയറക്റ്റ് ചെയ്തത്. അത് തമ്പി കണ്ണന്താനത്തിൻ്റെ ഗുരുവായ ശശികുമാർ സാർ ഡയറക്റ്റ് ചെയ്ത 10ാം ഉദയം എന്ന് പറയുന്ന സിനിമയാണ് മോഹൻലാലിൻ്റെ ആദ്യത്തെ ഹിറ്റ്. ഇത് പിൽക്കാലത്ത് ഞങ്ങളോട് ചോദിച്ചപ്പോൾ ഞാനും തമ്പിയൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലുമല്ല, ശശികുമാർ സാറാണ് മോഹൻലാലിൻ്റെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് ഉണ്ടാക്കിയ ആൾ. ശശികുമാർ സാറിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ SP പിള്ളയെക്കുറിച്ച് ഓർത്തു പോകുന്നു. SP പിള്ള ഏറ്റുമാനൂക്കാരൻ തന്നെയാണ്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് പലപ്പോഴും SP പിള്ള എന്ന് പറയുന്ന നടനെ ചിലപ്പോൾ അറിയാൻ പോലും വയ്യാത്തവരുണ്ടാവുമായിരിക്കാം. എൻ്റെയൊക്കെ ഒരു ഓർമ്മയിലെ ഞങ്ങളുടെ ഏറ്റുമാനൂർക്കാരുടെ, ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്തും കോട്ടയം കോളേജിൽ പഠിക്കുന്ന കാലത്തുമൊക്കെ ഞങ്ങളുടെ സ്വകാര്യമായ അഭിമാനമാണ് SP പിള്ള. SP പിള്ള ഒരു സാധാരണ കുടുംബത്തിൽ ജനിക്കുകയും, എനിക്ക് തോന്നുന്നത് ഏറ്റുമാനൂരപ്പൻ്റെ പ്രശസ്തിക്ക് ഏറ്റുമാനൂരപ്പൻ കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ നിമിത്തമായ ആൾ SP പിള്ളയാണ്. അദ്ദേഹം ചെന്നിടത്തെല്ലാം ഏറ്റുമാനൂർ അമ്പലത്തെ ഏറ്റുമാനൂരപ്പനെയും പ്രകീർത്തിക്കുകയും ഉത്സവത്തിൻ്റെ കാര്യങ്ങൾ നോക്കുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാനൊക്കെ ഓർക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന അക്കാലത്ത് ഏറ്റുമാനൂർ ഉത്സവത്തിലെ 8ാം ഉത്സവവും 6ാം ഉത്സവമൊക്കെ ആകുമ്പം ജയഭാരതിയുടെ ഡാൻസ്, യേശുദാസിൻ്റെ ഗാനമേള, ജയചന്ദ്രൻ്റെ പാട്ട്, നാമഗിരിപ്പേട്ട കൃഷ്ണൻ്റെ നാദസ്വരമേളം, അങ്ങനെ അന്നത്തെ നിലയ്ക്ക് ആൾക്കാർക്ക് ചിന്തിക്കാൻ വയ്യാത്ത പല പ്രോഗ്രാമുകളും അവതരിപ്പിച്ചതിൻ്റെ പിറകിലും സിനിമാക്കാരെ വിളിച്ചുകൊണ്ട് വരുത്തി വലിയ പ്രോഗ്രാമുകൾ നടത്തുകയും ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ പ്രശസ്തിക്ക് ഒരു മനുഷ്യൻ നിമിത്തമായി എന്നല്ല ഞാൻ പറയുന്നത്, എങ്കിലും ഏറ്റുമാനൂർ അമ്പലത്തിനോട്
ബന്ധപ്പെടുത്തി അല്ലാതെ ഒരിക്കലും എസ് പി പിള്ള എന്ന് പറയുന്ന ഒരു ആളെ ഏറ്റുമാനൂർക്കാർക്ക് കരുതാൻ പറ്റുന്നില്ല. ഏറ്റുമാനൂരെ ലൈബ്രറി, അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ ഏറ്റുമാനൂർ തുടങ്ങാൻ തെളിഞ്ഞും ഒളിഞ്ഞുമൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ആളാണ് എസ് പി പിള്ള. ഏറ്റുമാനൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമാ നടനല്ല എസ് പി പിള്ള. അദ്ദേഹം ഒരു കാരണവരാണ്. ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ ഗായത്രി അശോക് എന്ന് പറയുന്ന ഇപ്പോൾ ഏറ്റവും വലിയ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ വലിയ പോസ്റ്റർ ഡിസൈനറും സിനിമയിലെ ഡിസൈനറൊക്കെ ആയി സ്ക്രിപ്റ്റ് റൈറ്ററായി അശോക് ഞങ്ങളൊക്കെ സഹപാഠികളാണ്. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ SMSM ലൈബ്രറിയിലെ സ്ഥിരം മെമ്പേഴ്സാണ്. 8 മണിയാകുമ്പോൾ ലൈബ്രറി അടയ്ക്കും. അവിടുത്തെ വായനയും അത്യാവശ്യം ക്യാരംസ് കളി, ചെസ്സ് കളിയൊക്കെ ഉണ്ട് അവിടെ. ഇതെല്ലാം കഴിഞ്ഞ് ഒരു 8 മണിയാകുമ്പോൾ ഞങ്ങൾ ലൈബ്രറിയിൽ നിന്ന് ഇറങ്ങി അമ്പലത്തിൻ്റെ ഗോപുരത്തിൻ്റെ പടിക്കെട്ട് വന്നിരിക്കും. ഞാൻ അശോക്, ഞങ്ങൾ പഴയ കുറേ സുഹൃത്തുക്കളുണ്ട് ഞാൻ ഓർക്കുന്നത്. ജോണി, പാലൻ, രവീന്ദ്രൻ, ജോർജ് സബാസ്റ്റ്യൻ, അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഞങ്ങളങ്ങനെ വർത്തമാനം പറഞ്ഞ് വെറുതെ അമ്പലത്തിൻ്റെ ആ ഗോപുരത്തിലിരിക്കുമ്പം ഒരു ഒറ്റമുണ്ട് കൊടുത്ത് ഒരു തോർത്തും തോളിലിട്ട് അങ്ങനെ എസ് പി പിള്ള ഇടയ്ക്ക് വരും. എസ് പി പിള്ള വരുമ്പോൾ ഞങ്ങൾ സിഗരറ്റോ എന്തെങ്കിലും വലിച്ചിരിക്കുകയാണെങ്കിൽ ഞങ്ങളെല്ലാം അത് മാറ്റി പിടിക്കും. അദ്ദേഹം ആരുടെ മുഖത്തൊന്നും നോക്കുന്നില്ല, പോകുന്ന വഴിക്ക് ചുമ്മാ ചോദിച്ചിട്ട് പോകും, വീട്ടിൽ പോകാറായില്ലടാ, പഠിക്കാനൊന്നും ഇല്ലേ എന്നൊക്കെ. ആരെയും ഞങ്ങളെയൊന്നും വ്യക്തിപരമായിട്ട് അറിയാവുന്നതുകൊണ്ടല്ല, അശോകിനെ അദ്ദേഹത്തിന് അറിയാം, കാരണം അശോക് അദ്ദേഹത്തിൻ്റെ ബന്ധുവാണ്. അശോക് അദ്ദേഹം വരുമ്പോൾ ഒന്ന് ശകലം മറഞ്ഞിരിക്കും. ഞാനൊക്കെ സിനിമയിൽ വരുന്നതിന് മുമ്പ് എസ് പി പിള്ള മരിച്ചു. ഇപ്പോൾ പഴയ സിനിമകൾ നമ്മൾ കാണുമ്പോൾ, ഇപ്പം അടുത്ത കാലത്ത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം അത് അശോകുമായിട്ട് സംസാരിച്ചു. ചെമ്മീൻ എന്ന് പറയുന്ന സിനിമ നമ്മൾ കാണുമ്പോൾ, അല്ല ഇപ്പോഴും അതേക്കുറിച്ച് പ്രതികർത്തിച്ച് പറയുമ്പോൾ, കൊട്ടാരക്കരയുടെ ചെമ്പൻകുഞ്ഞ്, സത്യൻ്റെ പളനി, ഷീലയുടെ കറുത്തമ്മ, മധുസാറിൻ്റെ പരീക്കുട്ടി, ഇതൊക്കെ ഗംഭീരമായിട്ട് നമ്മൾ പറയുമ്പോഴും അതിനകത്ത് പലപ്പോഴും ആൾക്കാർ പരാമർശിക്കാതെ വിട്ടുന്ന ഒരു കഥാപാത്രമുണ്ട്. എസ് പി പിള്ള അഭിനയിച്ച അച്ചാകുഞ്ഞെന്ന് പറയുന്ന ഒരു സാധാരണ മുക്കൻ. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ആ സിനിമ കാണാൻ പറ്റുമോ എന്ന് നോക്കുക. എൻ്റെ ഉറച്ച അഭിപ്രായത്തിൽ ചെമ്മീൻ എന്ന സിനിമയിലെ ഏറ്റവും മികച്ച രീതിയിൽ സ്വന്തം കഥാപാത്രത്തോട് 100% ശരീരഭാഷ കൊണ്ടും അഭിനയം കൊണ്ടും ചേർന്ന് നിന്നത് എസ് പി പിള്ളയുടെ കഥാപാത്രമാണ്. കാരണം പളനി എത്ര മനോഹരമായിട്ട് സത്യൻ അഭിനയിക്കുമ്പോഴും അതിനകത്തൊരു സത്യൻ നിപ്പുണ്ട്. ചെമ്പൻകുഞ്ഞിനകത്തൊരു കൊട്ടാരക്കര ശ്രീധരൻ നായർ നിപ്പുണ്ട്. ഗംഭീരമായി പെർഫോം ചെയ്തുമ്പോഴും അവിടെ ഒരു കൊട്ടാരക്കര നിൽക്കുന്നു. ഷീലയുടെ കറുത്തമ്മയിൽ 50% ഷീല നിൽക്കുന്നു, കറുത്തമ്മയല്ല. പക്ഷേ എസ് പി പിള്ളയുടെ അച്ചാകുഞ്ഞിനെ കാണുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. 100% ഒരു സാധാരണ മുക്കൻ, ചെറിയ ചെറിയ സന്തോഷങ്ങളും ചെറിയ ചെറിയ ദുഃഖങ്ങളുമായിട്ട് നടക്കുന്ന ഒരു സാധാരണ മനുഷ്യനെ വളരെ ഗംഭീരമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ശരിക്കും മലയാള സിനിമ കണ്ട ഏറ്റവും, മലയാളത്തിന് ഇന്ത്യൻ സിനിമയുടെ മുമ്പിലോ ലോക സിനിമയുടെ മുമ്പിലോ പ്രതിഷ്ഠിക്കാവുന്ന ഒരുപാട് നടന്മാർ നമുക്കുണ്ടായിട്ടുണ്ട്. ഗോപി, കൊട്ടാരക്കര ശ്രീധരൻ നായർ, ഭരത് ഗോപിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഭരത് ഗോപി, കൊട്ടാരക്കര ശ്രീധരൻ നായർ, സത്യൻ, ലോക സിനിമയുടെ മുമ്പിൽ പ്രതിഷ്ഠിക്കാവുന്ന നടന്മാർ തന്നെയാണിവർ. തീർച്ചയായിട്ടും ആ ശ്രേണിയിലുള്ള ആളാണ് എസ് പി പിള്ള. അദ്ദേഹത്തിന് പിൽക്കാലത്ത് തിലകനോ ശങ്കരാടിയോ ഒക്കെ ചെയ്ത പോലുള്ള ഏത് റോളുകളും ചെയ്യാൻ അസാധ്യമായ സിദ്ധി ഉണ്ടായിരുന്ന മനുഷ്യനെ വെറും ഒരു തമാശ നടനായിട്ട് മാത്രം പലപ്പോഴും മാറ്റിക്കളഞ്ഞിരുന്നു അക്കാലത്തെ സിനിമ. ഒരുപക്ഷെ എസ് പി പിള്ള അദ്ദേഹത്തിൻ്റെ തന്നെ മൂല്യം തിരിച്ചറിയാതെയോ അല്ല സിനിമാക്കാർ തിരിച്ചറിയാതെയാവും. പഴയ പല സിനിമകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് MT ഒക്കെ അദ്ദേഹത്തിന് മികച്ച വേഷങ്ങൾ കൊടുത്തിട്ടുണ്ട്. MTയുടെ ആദ്യത്തെ സ്ക്രിപ്റ്റിൽ തന്നെ മുറപ്പെണ്ണിൽ അദ്ദേഹമുണ്ട്. പിന്നീട് MT ഡയറക്റ്റ് ചെയ്ത് PG ആൻ്റണിക്ക് നാഷണൽ അവാർഡ് കിട്ടിയ നിർമാല്യം, അതിൽ 2-3 സീൻ വരുന്ന ഒരു സീനുണ്ട്, ഒരു കൊട്ടാരക്കരയുടെ ഒരു കാര്യസ്ഥനായിട്ട്. എസ് പി പിള്ളയുടെ നമുക്ക് മറക്കാൻ പറ്റാത്തതാണ് നഖങ്ങൾ പോലെ വിൻസെൻ്റ് മാഷ് ഡയറക്റ്റ് ചെയ്ത മികച്ച വേഷങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ തിലകനോ ഗോപിക്കോ കിട്ടുന്ന ഒരു ബഹുമതി ഒരു മികച്ച ക്യാരക്ടർ നടൻ എന്നുള്ള നിലയിൽ കിട്ടിപ്പോകേണ്ട അഭിനയസിദ്ധി
എല്ലാ തരത്തിലും ഉണ്ടായിരുന്ന മനുഷ്യനാണ് എസ് പി പിള്ള. എന്തുകൊണ്ടും നിർഭാഗ്യം കൊണ്ട് അദ്ദേഹത്തിന് അത് കിട്ടാതെ പോയി. അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ സതീഷ്, ഞങ്ങൾ ബേബി എന്ന് വിളിക്കും. ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം നീലായിൽ പി സുബ്രഹ്മണ്യത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. ഒരുപാട് സിനിമകളിൽ അദ്ദേഹം അസോസിയേറ്റായിട്ട് ചെയ്തു. പിന്നെ അദ്ദേഹം ഒരു സിനിമയിൽ എൻ്റെ അശോകൻ്റെയൊക്കെ അക്കാലത്തെ ഒരു ഡ്രീമിൻ്റെ ഒരു ഭാഗം ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ബേബിയുടെ അസിസ്റ്റൻ്റായിട്ട് പോയി നിൽക്കാം എന്നൊക്കെ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു ഒരു കാലത്ത്. ബേബി പിൽക്കാലത്ത് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ആ സിനിമ നിർഭാഗ്യവശാൽ പുറത്തു വന്നില്ല. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ സാറ് ബാബു നമ്പൂതിരി അഭിനയിക്കുന്ന ആദ്യത്തെ സിനിമ ഡയറക്റ്റ് ചെയ്തത് ബേബിയാണ്. ബേബി എന്നല്ല, സതീഷ് എന്നാണ് പുള്ളിയുടെ ഔദ്യോഗിക നെയിം. പക്ഷേ ബേബിക്ക് പിന്നീട് ഒരിക്കലും ഒരു ഡയറക്ടറാകാൻ പറ്റിയില്ല. അദ്ദേഹം ആ സിനിമ മുടങ്ങിയെടുത്ത് പിന്നീട് ഗൾഫിലെ ഒരു ജോലി സ്വീകരിച്ച് പോവുകയും പിന്നീട് അതെല്ലാം കഴിഞ്ഞ് ഗൾഫിലെ ജീവിതമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഏറ്റുമാനൂർ പുള്ളി റിട്ടയർമെൻറ്റ് ലൈഫിലിരിക്കുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞു വന്നത്, എസ് പി പിള്ള പോലെ അങ്ങനെ ഒരുപക്ഷെ മലയാള സിനിമ വ്യക്തമായിട്ട് ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരുപാട് വലിയ കലാകാരന്മാരുടെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് എസ് പി എന്നുള്ളത് സംശയലേശമന്യേ പറയാവുന്ന കാര്യമാണ്. ഞാൻ പിൽക്കാലത്ത് സിനിമയിൽ കുറേ കാലം കഴിഞ്ഞ് ഞാൻ പലപ്പോഴും ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ചിന്തിച്ചപ്പോഴല്ല, എൻ്റെ മനസ്സിൽ പിന്നീടുള്ള എൻ്റെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് കടന്നു വന്ന അറിവുകളാണത്. പലരിൽ നിന്നും കിട്ടിയ അറിവാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്തതും നമ്മൾ പകവച്ചിരിക്കുന്നതുമായ ചില മനുഷ്യർ നമ്മളുടെ ഗുരുക്കന്മാരാവാറുണ്ട്. അതിലേറ്റവും ഏറ്റവും പ്രധാനമെന്ന് കരുതുന്നത് ജെ.സി. സാറിനെ കുറിച്ചാണ്. എൻ്റെ ആദ്യത്തെ സ്ക്രിപ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, ഈറൻ സന്ധ്യ എന്ന് പറഞ്ഞൊരു സ്ക്രിപ്റ്റ് എഴുതുകയും ഈ സ്ക്രിപ്റ്റ് കൊള്ളില്ല എന്ന് സാറ് പറയുകയും പിന്നീട് എന്നെ പുറത്താക്കുകയും പിന്നീട് ജോൺ പോൾ എഴുതുകയും എങ്കിലും കഥ ഡെന്നീസ് എന്നുള്ള പേരിൽ ടൈറ്റിൽ വരികയും അങ്ങനെ ഫലത്തിൽ എൻ്റെ ആദ്യത്തെ കഥ എന്ന നിലയിൽ ആ സിനിമ വരികയും ചെയ്തു. എനിക്ക് ആ കാലത്ത് അതിഭയങ്കരമായ കലിയും പകയും ജെ.സി. സാറിനോട് തോന്നിയിരുന്നു. കാരണം ജെ.സി. എൻ്റെ പക അവിടെ നിലനിർത്താൻ പറ്റിയ സാഹചര്യങ്ങളുണ്ടായി. കാരണം പിന്നീട് ഞാൻ സിനിമകൾ എഴുതുകയും അതെല്ലാം വമ്പൻ ഹിറ്റുകളായി തീരുകയും എൻ്റെ ഒരു സ്ക്രിപ്റ്റിന് വേണ്ടി പലരും കാത്തു നിൽക്കുന്ന ഒരു ഭാഗ്യമുണ്ടാകുകയും ചെയ്ത സമയത്ത് ജെ.സി. സാറിൻ്റെ സിനിമകൾ നിരന്തരം പൊളിയാൻ തുടങ്ങി എന്ന് മാത്രമല്ല, ജെ.സി. സാറിൻ്റെ സിനിമകളില്ലാത്ത അവസ്ഥയെത്തി. അങ്ങനെ ഞാൻ സ്ക്രിപ്റ്റ് കൊടുത്താൽ ജെ.സി. സാറിനൊരു പടം കൊടുക്കാം എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് പോലും പല പ്രൊഡ്യൂസർമാരും എത്തുകയും അവിടെയൊക്കെ വളരെ നിഷ്ഠൂരമായിട്ട് എനിക്ക് തരാൻ പറ്റില്ല, ഞാൻ ജെ.സി. സാറിനോട് എഴുതില്ല എന്ന് ഞാൻ പറയുകയും ചെയ്ത ഒരു വലിയ തെറ്റ് ഞാൻ ചെയ്തു. ഞാൻ പിന്നീട് ഇപ്പോൾ ഇരുന്ന് ആലോചിക്കുമ്പോൾ ഞാൻ ജെ.സി. സാറിനോട് പകവച്ചത് ഈറൻ സന്ധ്യ അദ്ദേഹം കൊള്ളത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്. കാരണം അത് കൊള്ളുന്ന ഒരു സ്ക്രിപ്റ്റാണെന്ന് ഞാൻ ധരിച്ചിട്ടാണ് ഞാനത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞത്. പക്ഷേ ജെ.സി. സാറ് കൊള്ളത്തില്ല എന്ന് ഞാൻ പിന്നീടിരുന്ന് ആലോചിച്ചപ്പം ജെ.സി. സാറ് കൊള്ളത്തില്ല എന്ന് പറഞ്ഞ ഓരോ ഏരിയയും ഞാൻ പിന്നീട് തിരുത്തി. ആ സ്ക്രിപ്റ്റ് എന്നല്ല, അത്തരം സാഹചര്യങ്ങളും ആ തെറ്റുകൾ ഞാൻ പിന്നീടുള്ള എൻ്റെ തിരക്കഥകളിൽ ഞാൻ വരുത്താതിരിക്കാൻ ശ്രമിച്ചു. ജെ.സി. സാറ് ആരോപിച്ച ഓരോ തെറ്റും 100% ശരിയായിരുന്നു. എന്നെ സംബന്ധിച്ച് ശരി മീൻസ് അദ്ദേഹം പറഞ്ഞ തെറ്റുകൾ തന്നെയായിരുന്നു. ഞാൻ വൈരാഗ്യത്തോടു കൂടിയാണെങ്കിലും ഞാൻ ആ തെറ്റുകൾ പരിഹരിക്കുകയും ഞാൻ ആ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുകയും ചെയ്തു. എനിക്ക് വിജയം കിട്ടി. അപ്പോൾ തിരക്കഥയിൽ പിൽക്കാലത്തെ എൻ്റെ വിജയത്തിന് ഞാൻ അംഗീകരിച്ചില്ലെങ്കിലും അദ്ദേഹം അറിഞ്ഞില്ലെങ്കിലും അദ്ദേഹം എനിക്ക് ഗുരുവായി തീർന്നു എന്ന് പറയുന്ന ഒരു വലിയ കാര്യമുണ്ട്. പിന്നീട് ഈ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞപ്പം ജെ.സി. സാറും ഞാനുമായിട്ട് പിന്നീട് വീണ്ടും ഒരടുത്ത ബന്ധം ഉണ്ടാകാനിട വന്നു. എൻ്റെ ഒരു കല്യാണത്തിനോടൊക്കെ അനുബന്ധിച്ചും എൻ്റെ വിവാഹത്തിൻ്റെ എൻഗേജ്മെൻറ്റിനുമൊക്കെ പ്രധാന ആളായിട്ട് വന്ന ആൾ, ഒരു കാർന്നവരായിട്ട് കൂടെ വന്ന ആൾ ജെ.സി. സാറും ജോഷിയൊക്കെയാണ്. പിൽക്കാലത്ത് ജെ.സി. സാറ് ഞാനുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടാകുകയും ജെ.സി. സാറിന് വേണ്ടി ഞാൻ ആ സമയത്ത് ഒരു ഗുഡ് നൈറ്റ് മോഹൻ നിർമ്മിച്ച ഒരു സിനിമ, ഗുഡ് നൈറ്റ് മോഹൻ വിതരണം നടത്തി രാജൻ എന്ന് പറയുന്ന ആൾ പ്രൊഡ്യൂസ് ചെയ്ത ഒരു സിനിമ. അത് ജയകാന്തൻ്റെ ഇന്ന് തമിഴിലെ ജ്ഞാനപീഠ അവാർഡ് ജേതാവായ ജയകാന്തൻ്റെ പാരീസിലേക്ക് പോകും എന്ന് പറയുന്ന നോവലിൻ്റെ റൈറ്റ് വാങ്ങിച്ച അതാണ് സ്ക്രിപ്റ്റ് എഴുതിയ സരോവരം എന്നാണ് സിനിമയുടെ പേര്. നന്നായി പോയില്ല. പിൽക്കാലത്ത്
എനിക്ക് തോന്നുന്നു ജെ.സി. സാറ് ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത അവസാനത്തെ സിനിമയാണത്. ആ സിനിമ ഒരു മികച്ച സാമ്പത്തിക വിജയത്തിലേക്കൊന്നും വന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ആ പിൽക്കാലത്ത് എനിക്ക് ഈ ഇത്രയും വൈരാഗ്യവും പിണക്കവും ഞങ്ങൾ പരസ്പരം മിണ്ടാതിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ജെ.സി. സാറ് മരിക്കുന്ന ഒരു കാലഘട്ടത്തായപ്പം എനിക്ക് സിനിമയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള മനുഷ്യരിൽ ഒരാളാണ് ജെ.സി. സാറായിരുന്നു. അവസാന കാലത്ത് ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത സിനിമകൾ മെമ്മറബിളാകുമോ സക്സസ് ആകുമോ ഒന്നും ചെയ്തില്ലെങ്കിലും ഇന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ തിരക്കഥാ രംഗത്ത് എന്തെങ്കിലും വിജയം വരിച്ചതിലുള്ള ജെ.സി. സാറിൻ്റെ പങ്ക് 100% നന്ദിയോടെ ഓർക്കാതെ പോയി എന്ന് പറയുന്ന ഒരു വൻ നന്ദികേട് ഒരു കാലഘട്ടം മുഴുവൻ ഞാൻ ചെയ്തു. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് എനിക്ക് റിഗ്രറ്റ് ഉണ്ട്. കാരണം അദ്ദേഹം എന്നെ പറഞ്ഞ് തിരുത്തുവോ ഇങ്ങനെയല്ല അങ്ങനെ എന്ന് പറയുകയില്ല. അദ്ദേഹം എന്നെ പരിഹസിക്കുകയും അദ്ദേഹം എന്നെ തെറ്റ് നിഷ്കരണം ചൂണ്ടിക്കാണിക്കുകയും ചെയ്ത തെറ്റുകൾ എനിക്ക് തിരുത്താനിട വന്നതുകൊണ്ടാണ് ഒരു തിരക്കഥാകൃത്ത് എന്നുള്ള നിലയിൽ എനിക്ക് പിൽക്കാലത്ത് നിലനിൽക്കാൻ കഴിഞ്ഞത്. ഇത് ഒരു അവസാനം ഞങ്ങൾ വളരെ അടുപ്പമുള്ള കാലത്ത് ഞാനിത് ജെ.സി. സാറിനോട് പറഞ്ഞിട്ടുണ്ട്. സാർ നിങ്ങളാണ് എന്നെ രക്ഷപ്പെടുത്തി. പക്ഷേ സാറിനത് സങ്കടമായി. കാരണം അന്ന് എന്നെപ്പോലൊരാൾ പുള്ളിയുടെ മകൻ്റെ പ്രായമുള്ള ഒരാളെ ഒരു പടത്തിൽ നിന്ന് പുറത്താകേണ്ടിരുന്ന ഒരു സിറ്റുവേഷൻ പുള്ളി ഒരു നിമിത്തമായാലോ എന്നോർത്ത വിഷമത്തിലായിരുന്നു ആ കാലത്ത് അദ്ദേഹവും. അങ്ങനെ എന്തായാലും ജെ.സി. സാറ് മരിക്കുന്നതിന് മുമ്പും മരിക്കുന്നതിനും ഒരു 1-2 വർഷം മുമ്പ് ഞങ്ങൾ തമ്മിൽ വളരെ കുടുംബ ബന്ധം പോലുമുള്ള എന്ന് വെച്ചാൽ ഫാമിലി റിലേഷൻ പോലുള്ള രീതിയിൽ ജെ.സി. സാറിനോടൊരു കോംപ്രമൈസിലും അടുപ്പത്തിലും എത്താൻ പറ്റിയെന്ന് പറയുന്നത് അതിന് ഞാൻ ദൈവത്തോടാണ് നന്ദി പറയുന്നത്. കാരണം അല്ലെങ്കിൽ ഞാൻ വല്ലാതെ വിഷമിച്ച് പോയേനെ. അദ്ദേഹം എൻ്റെ ഒരു ഗുരുവായി തീർന്നല്ലോ അദ്ദേഹം എന്നൊരു തോന്നൽ നിൽക്കുകയും എനിക്കൊരിക്കലും ഒരു നല്ല ബന്ധമില്ലാതെ പോവുകയും ചെയ്തിരുന്നെങ്കിൽ ഞാൻ വല്ലാതെ വിഷമിക്കുമായിരുന്നു.